നമസ്കാരം. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുമെന്നും ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് യുഎസും ഇസ്രയേലും തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ 4ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. എങ്കിലും ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഇറാന്റെ ഉന്നതതല നേതൃത്വം ഒന്നടങ്കം ഇല്ലാതാക്കപ്പെട്ട സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടത്താൻ ശേഷിയുള്ള ആരെങ്കിലും ഇറാനിൽ അവശേഷിക്കുന്നുണ്ടോ? ആരാകും ഇറാന് വേണ്ടി സംസാരിക്കുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. സംഘർഷം ആരംഭിച്ചത് മുതൽ ഇറാന്റെ മത നേതൃത്വത്തിലെയും IRGC തലപ്പത്തെയും ഉന്നതരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ലക്ഷ്യം വെച്ച് വധിച്ചിരുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയും മുൻ സ്പീക്കറുമായ അലി ലാരിജാനി തുടങ്ങിയവരെയും ഇവർ വധിച്ചു. ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ടാണ് ലാരിജാനി വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ ഇസ്രായേൽ ഇയാളെ വധിക്കുകയായിരുന്നു. അതേസമയം പ്രമുഖരായ സിവിൽ നേതാക്കളെ വധിക്കുന്നതിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും വിട്ടുനിൽക്കുകയും ചെയ്തു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഇറാന്റെ നിഴൽ സൈന്യങ്ങളെ പരിശീലിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനിയെയും ഇവർ ലക്ഷ്യം വെച്ചിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഈ നേതാക്കളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ നിലവിൽ അവശേഷിക്കുന്ന ഇറാന്റെ ഭരണ നേതൃത്വത്തിന് ഈ സമാധാന കരാറിലെത്താനുള്ള അധികാരമോ കഴിവോ ഉണ്ടോ എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യം തന്നെയാണ്. ഏതൊക്കെ ഇറാനിയൻ നേതാക്കളുമായിട്ടാണ് അമേരിക്ക ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ US നടത്തുന്ന പ്രാഥമിക ശ്രമങ്ങൾ എന്താണെന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇറാന്റെ ഊർജ്ജ വൈദ്യുതി നിലയങ്ങൾക്ക് മേൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ ആക്രമണങ്ങളും 5 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നു എന്നായിരുന്നു. ഇതിനു മുമ്പ് ഇറാന് നൽകിയിരുന്ന 48 മണിക്കൂർ സമയപരിധി അവസാനിക്കാനിരിക്കുകയായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം. ഇതിനു പിന്നാലെ ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും വാഷിംഗ്ടണിനും ടെഹ്റാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നതായി US ആസ്ഥാനമായിട്ടുള്ള മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ആക്സിയോസിനോട് വെളിപ്പെടുത്തി. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിൽ പാകിസ്ഥാനും സജീവമായി പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ട്രംപിനെ ഫോണിൽ വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനുമായും സംസാരിച്ചു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിറ്റ്കോഫ്, കുഷ്ണർ എന്നിവർ ഈ ആഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഫിനാൻഷ്യൽ ടൈംസും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്ന ഇരുപക്ഷങ്ങൾക്കുമിടയിൽ തുർക്കിയും ഒമാനും സന്ദേശങ്ങൾ കൈമാറിയതിനെ തുടർന്നാണ് ഈ നീക്കമുണ്ടായതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. റിയാദ്, ന്യൂഡൽഹി, കെയ്റോ എന്നിവിടങ്ങൾ വഴിയും സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന എല്ലാ അവകാശവാദങ്ങളും ഇറാൻ നിഷേധിക്കുകയാണ്. എങ്കിലും മധ്യസ്ഥ ശ്രമങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകൾ നടത്തണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ചില സൗഹൃദ രാജ്യങ്ങൾ വഴി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയോട് പറഞ്ഞതായും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പിന്നീട് CBS ന്യൂസിനോട് പറഞ്ഞത് ചർച്ചകൾക്ക് മുന്നോടിയായി മധ്യസ്ഥർ വഴി അമേരിക്കയിൽ നിന്ന് ചില സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അവ പരിശോധിച്ചു വരികയാണെന്നുമായിരുന്നു. വെടിനിർത്തലിനോ സമാധാന കരാറിനോ വേണ്ടി വാഷിംഗ്ടൺ ടെഹ്റാനുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാണെങ്കിലും ഇത് നേരിട്ടാണോ അതോ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ മധ്യസ്ഥർ വഴി മാത്രമാണോ എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ഈ രാജ്യങ്ങൾ വഴി അമേരിക്കയുടെ സന്ദേശങ്ങൾ ലഭിച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നേരിട്ട് ഇടപെടുക എന്ന കാര്യം വളരെ സങ്കീർണമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇറാനിലെ ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ആർക്കെങ്കിലും നിയമപരമായി സാധുതയുള്ള ഒരു കരാറിൽ ഒപ്പിടാൻ അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ USനും ഇപ്പോഴും ഉറപ്പില്ല. നിർണായകമായ ഏതൊരു കരാറിനും ഇറാന്റെ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനിയുടെ അംഗീകാരം ആവശ്യമാണ്. US ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൊജ്തബ പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന് വേണ്ടി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഇറാന്റെ ഏറ്റവും ശക്തരായ നേതാക്കൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫുമാണ്. രാജ്യത്ത് നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പെസഷ്കിയാന് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞതിന് പിന്നാലെ IRGCയിൽ നിന്ന് അദ്ദേഹത്തിന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇത് പ്രസ്താവന ഭാഗികമായി പിന്നീട് തിരുത്താൻ അദ്ദേഹത്തെ നിർബന്ധിതനുമാക്കി. കാലിബാഫിന്റെ കാര്യമെടുത്താൽ ട്രംപ് ഭരണകൂടം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറെ ഒരു മികച്ച പങ്കാളിയായോ അല്ലെങ്കിൽ ഇറാന്റെ ഭാവി നേതാവായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ നയിക്കാനും അമേരിക്കയുമായി ചർച്ചകൾ നടത്താനും കഴിയുന്ന ഒരു പങ്കാളിയായി വൈറ്റ് ഹൗസിലെ ചിലരെങ്കിലും അദ്ദേഹത്തെ കാണുന്നുണ്ട്. എന്നാൽ താനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന എല്ലാ റിപ്പോർട്ടുകളും വ്യാജമാണെന്നും അമേരിക്കയ്ക്ക് സമയം ലഭിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. പെസഷ്കിയാനും കാലിബാഫിനും പുറമെ ഒരു സമാധാന കരാറിലെത്താൻ നിർണായകമായേക്കാവുന്ന മറ്റൊരു ഇറാനിയൻ നേതാവ് IRGC ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറായ ഇസ്മായിൽ ഖാനിയാണ്. ഖാസിം സുലൈമാനിയുടെ വധത്തിന് പിന്നാലെ എലൈറ്റ് സേനയുടെ ചുമതലയേറ്റ ഖാനി ഫെബ്രുവരി 28 ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ആദ്യം വിവരങ്ങൾ പ്രചരിച്ചിരുന്നത്. പിന്നീട് ഖാനി മൊസാദിന്റെ ചാരനാണെന്നും ഇറാൻ തന്നെ അദ്ദേഹത്തെ വധിച്ചു എന്നുള്ള തരത്തിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു.
എന്നാൽ ഇതിൽ വ്യക്തത വന്നിട്ടില്ല. ടെഹ്റാനിലെ ഭരണ നേതൃത്വത്തിൽ മാറ്റം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ഉന്നത നേതൃത്വത്തിന്റെ വലിയൊരു ഭാഗത്തെ തന്നെയാണ് ഇല്ലാതാക്കിയത്. എന്നാൽ ഇപ്പോൾ സമാധാനത്തിനൊരു അവസരം നൽകണമെന്ന് US തോന്നുന്ന ഘട്ടത്തിൽ അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന നേതാക്കൾ വളരെ കുറവാണ്. അവശേഷിക്കുന്ന നേതാക്കൾ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാകുമോ എന്നും അതിനുള്ള സാഹചര്യം IRGC അവർക്ക് നൽകുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല.